യെശയ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യമാണ് നമ്മൾ ഒരുമിച്ച് വായിക്കുവാൻ പോകുന്നത്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യം. എന്തു വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ, ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഇനി എല്ലാവരുടെയും അറ്റൻഷൻ എനിക്ക് ആവശ്യമാണ്. തുടർന്ന് ഒരു 30 മിനിറ്റ്സ് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുവാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. വളരെ സുപരിചിതമായ ഒരു വാക്യം, ഒരിക്കലെങ്കിലും നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ള വേദഭാഗമാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്: കേട്ടോ, വിളിച്ചു പറക എന്നൊരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ, ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ആമേൻ. കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഈ 40-ാം അധ്യായം, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാൽ 2 പ്രാവശ്യം നമുക്ക് വിളിച്ചു പറയുക എന്ന പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 പ്രാവശ്യം. ഒന്നാമത്തെ ഭാഗം 3-ാം വാക്യത്തിലാണ് അത് കിടക്കുന്നത്. 3-ാം വാക്യം ഇടുമ്പോൾ നമുക്കറിയാം, അവിടെയും ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട്: കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിലെ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. അപ്പം ഒന്നാമത്തെ ഭാഗത്ത് ഒരു പ്രവചന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. എന്താണ്? യോഹന്നാനെക്കുറിച്ചുള്ള ഒരു പ്രവചനം പറയുകയാണ്. എന്താണ് പറയുന്നത്? മരുഭൂമിയിൽ യഹോവയ്ക്ക് ഒരു വഴി ഒരുക്കുവീൻ. അത് ഒന്നാമത്തെ ഭാഗമാണ്. 2-ാമത്തെ ഭാഗം, വിളിച്ചു പറയുക എന്ന് പറയുന്ന 2-ാമത്തെ ഭാഗം നമ്മൾ കാണുന്നത് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലാണ്. എന്താണ് അവിടെ പറയുന്നത്? കേട്ടോ, വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടു? സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാകുന്നു. ഹല്ലേലൂയ. 2 ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 2 ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, മനുഷ്യൻ്റെ സ്തോത്രം ക്ഷണികതയും. 2, ദൈവവചനത്തിൻ്റെ സ്ഥിരതയും. ഒന്ന് സ്തോത്രം ചെയ്യാമോ? 1, മനുഷ്യൻ്റെ ക്ഷണികതയും. 2, ദൈവവചനത്തിൻ്റെ സ്ഥിരതയും. മനുഷ്യനെല്ലാം വചനം പറയുന്നത് പുല്ല് പോലെയാണ്, വയലിലെ പൂ പോലെയാണ്. അവൻ എത്ര ആരോഗ്യവാനായാലും, അവൻ എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, അവൻ എത്ര ബലവാനായാലും, മനുഷ്യനെക്കുറിച്ച് ദൈവവചനം പറയുന്നത് അവൻ മനുഷ്യൻ ക്ഷണികനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: അവൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രയാകുന്നു. ഈ വചനം ഇന്ന് പകലിൽ ഇവിടെ പറയാനുള്ള എല്ലാ സ്തോത്രം കോണ്ടെക്സ്റ്റും നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിൻ്റെ ദാസൻ പ്രിയ വർഗീസ് പാസ്റ്ററിന്റെ മാതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. നീണ്ട 80 വർഷം ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് കൃപ കൊടുത്തു. ഹല്ലേലൂയ. ദീർഘായുസ്സ് കൊടുത്ത് കർത്താവ് പ്രിയ മാതാവിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നോക്കിക്കേ, മനുഷ്യൻ ഒരിക്കൽ ജനിച്ചാൽ അവൻ മരിക്കും, അത് നിശ്ചയമാണ്. ഇങ്ങനെയൊരു കവിത, വൈലോപ്പള്ളിയുടെ കവിത ഇങ്ങനെ പാടുന്നുണ്ട്: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലീ നമുക്ക് പിന്നെ എന്ത് ശങ്ക, മാറ്റമൊന്നും ഇല്ലതിൽ. എത്രയോ അർത്ഥവത്തായ കവിതയാണത്. ഹല്ലേലൂയ. സമർത്ഥനായ സീസർ, പ്രസിദ്ധനായ ഹോമർ, സമർത്ഥമറ്റ ഹോമർ തുടങ്ങിയുള്ള വിജ്ഞർ, സമർത്ഥമറ്റ ശലോമോൻ തുടങ്ങിയുള്ള വിജ്ഞർ, അവരെല്ലാം സ്തോത്രം കാലത്തിൻ്റെ യവനികയിൽ മരണത്തിൽ അവരെല്ലാം അകപ്പെടുവാനിടയായി. അവരെല്ലാം സമർത്ഥന്മാരായിരുന്നു, അവരെല്ലാം പ്രസിദ്ധന്മാരായിരുന്നു. ശലോമോനെ പോലെ ജ്ഞാനിയായ ഒരുത്തനെ ഇതുവരെ ഭൂമി കണ്ടിട്ടില്ല. എങ്കിലും മരണത്തിനെല്ലാം അവർ കീഴടങ്ങി. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഹേ മനുഷ്യ,
നീ ജനിച്ചാൽ ഒരു ദിവസം നിനക്ക് മരണമുണ്ട്. മനുഷ്യൻ്റെ ആയുസ് അത് ക്ഷണികമാണ്. വചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. അതിൻ്റെ പ്രതാപം കഷ്ടവും സങ്കടവുമാണ്. ഇന്ന് പകലിലും ദൈവമക്കളെ ദൈവജനമേ, ഇന്ന് പകലിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുന്നു. നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് വിഷയമല്ല, നമ്മുടെ ആരോഗ്യം എന്ത് മാത്രമുണ്ടെന്ന് വിഷയമല്ല, നമ്മുടെ സൗന്ദര്യം എന്ത് മാത്രമുണ്ടെന്ന് വിഷയമല്ല. ജനിച്ച നീ ഒരിക്കൽ മരിക്കും നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെയും പേടിപ്പിക്കാൻ പറയുന്നതല്ല, എങ്കിലും വചനം പറയുകയാണ്. പ്രവാചകനെ യഹോവയായ ദൈവം നിയോഗിച്ചിട്ട് പറയുക, പ്രവാചക നീ പോയി പറയണം, ഇത് നീ ജനത്തോട് പറയണം. എന്താണ് പറയേണ്ടത്? മനുഷ്യൻ്റെ ആയുസ് ക്ഷണികമാണ്, അത് വയലിലെ പൂ പോലെയാണ്. ഹല്ലേലൂയ. അതൊരിക്കൽ, സ്തോത്രം, അത് വാടും, അതൊരിക്കൽ അതിൻ്റെ ഇതളുകൾ കൊഴിയും, ഒരിക്കൽ അത് പൊഴിയും. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ ഇന്ന് പകലിൽ അതിനപ്പുറമായി ഒരു ഭാഗം അവിടെ കിടപ്പുണ്ട്. മനുഷ്യൻ ഇങ്ങനെയാണെങ്കിലും ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത്, ദൈവവചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. ഇന്ന് പകലിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ മരിച്ചാലും ഞാൻ പിടിക്കുന്ന ദൈവവചനം അതെന്നേക്കും സ്ഥിരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശ പറയുന്നത്, സ്തോത്രം, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ആമേൻ, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ജീവിച്ചാൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 90 വയസ്സാകാം. സ്തോത്രം, അതിൽ കൂടുതൽ ജീവിക്കുന്നവരുണ്ടാകും. എന്നാൽ ഒരു 90 വയസ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ 90 വയസ്സ് ജീവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ്റെ ദിവസം എന്ന് പറയുന്നത് 32,850 ദിവസമാണ്. 32,850 ഡേയ്സ് ആണ് 90 വയസ്സ് വരെ ജീവിക്കുന്ന ഒരുവൻ്റെ, സ്തോത്രം, ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളൊക്കെ പെട്ടെന്നങ്ങ് തീർന്നു പോകും. ഇവിടെ എന്നേക്കും ജീവിക്കാമെന്ന് ആരും വ്യാമോഹിക്കരുത്. സ്തോത്രം, ഇന്ന് രാവിലെ ഞാൻ ആരെയും പേടിപ്പിക്കാൻ പറയുകയല്ല. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചിലരുടെയൊക്കെ മുഖം കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. പ്രിയരേ, സ്തോത്രം, ഇതൊക്കെ സത്യമാണ്. സ്തോത്രം, ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. സകല മനുഷ്യനും അവൻ പുല്ല് പോലെയാണ്. സ്തോത്രം, അവൻ വയലിലെ പൂ പോലെയാണ്. അതിൻ്റെ ഭംഗി വയലിലെ പൂ പോലെയാണ്. അത് വാടും കേട്ടോ, അത് കൊഴിയും. എത്ര ആരോഗ്യവാനാണെങ്കിലും തളരുന്ന ഒരു സമയമുണ്ട്. ഇവിടെ 60 വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, 40 വയസ്സുള്ള ആരോഗ്യമാണോ നിങ്ങൾക്കിപ്പോൾ ഉള്ളത്? അല്ല. അവർ പറയുമല്ല. സ്തോത്രം, 40 വയസ്സിൽ അവർ ഓടുമായിരുന്നു, ചാടുമായിരുന്നു, അവർക്ക് ഭയങ്കര ആരോഗ്യമായിരുന്നു. എന്നാൽ വയസ്സ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആരോഗ്യം കുറഞ്ഞു വരും. ഇതാണ് മനുഷ്യൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഭാഗം കാണുന്നുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യം കൂടെ വായിക്കുമ്പോൾ അതിൻ്റെ നമുക്ക് മാനുഷിക ജീവിതത്തിൻ്റെ ക്ഷണികതയെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചേ. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 24-25 വാക്യം. സകല ജഡവും പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ വിതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഇവിടെയും നോക്കിക്കേ, ഇവിടെയും അതേ ഭാഗമാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. എന്താണ് പറയുന്നത്? സ്തോത്രം, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. എങ്കിലും ഒരു കാര്യം സത്യമാണ്, മനുഷ്യൻ ക്ഷണികനാണ്. മനുഷ്യൻ ക്ഷണികനാണ്. അവൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം അതല്ല നമ്മളെ വിളിച്ചു പറയുന്നത്. അതിൻ്റെ 14-ാം അധ്യായം 1-2 വാക്യം കൂടെ നമ്മൾ വായിക്കുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യം. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അടുത്ത വാക്യം, അവൻ പൂ പോലെ വിടർന്നു ഒഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. നോക്കിക്കേ, ഇതാണ് മനുഷ്യൻ. ഇതാണ് മനുഷ്യൻ. അവൻ അല്പായുസുള്ളവനാണ്, അവൻ കഷ്ടസമ്പൂർണനാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, എന്താ ദൈവമേ എനിക്കെന്ന് ചോദിക്കരുത്. ദൈവം ഇതിനെ നമ്മളെ ഡെസ്റ്റൈൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഡെസ്റ്റൈൻ ചെയ്താണ് ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത്. അവൻ കഷ്ടസമ്പൂർണനാണ്. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ആ ഭാഗത്ത് നിന്ന് 1-2 കാര്യങ്ങൾ, ചിന്തകൾ
നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറയാൻ ഇടയാകുന്നത്? എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, 2 തിമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറയാനുള്ള കാര്യം ഒന്നാമത്തെ ഭാഗം അവിടെ കാണുന്നുണ്ട്. നിത്യനായ ദൈവത്താൽ പ്രസ്താവിക്കപ്പെട്ടതാണ് ഈ ദൈവവചനം. ആ ഭാഗം എടുത്തവർക്ക് ശബ്ദമുയർത്തി വായിക്കാം. എല്ലാ തിരുവത്തും ദൈവസ്വാസികമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. നോക്കിക്കേ, അവിടെ വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വചനം ദൈവശ്വാസീയമാണ്. അത് ഗോഡ് ബ്രീത്ഡ് ആണ്. നിത്യനായ ദൈവത്താൽ പ്രസ്താവിക്കപ്പെട്ടതാണ് ദൈവത്തിന്റെ വചനം. ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞതല്ല ദൈവത്തിന്റെ വചനം. നിത്യനായ ദൈവത്താൽ പറയപ്പെട്ടതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് തന്നെ ദൈവത്തിന് എത്രമാത്രം പവറുണ്ടോ, ദൈവത്തിന് എത്രമാത്രം ശക്തിയുണ്ടോ, അത്രമാത്രം ശക്തി ഈ ദൈവത്തിന്റെ വചനത്തിനുണ്ട്. ഇന്ന് പകലിൽ ഒരു ആമേൻ പറയാമോ? നമ്മൾ ഉരുവിടുന്ന വചനത്തിന്, നമ്മുടെ ദൈവത്തിന് എത്രമാത്രം ശക്തിയുണ്ടോ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, അത്രമാത്രം ശക്തി ഈ ദൈവ വചനത്തിനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവവചനത്തെ നിങ്ങൾ കുറച്ച് കാണരുത്. നിത്യനായ ദൈവത്താൽ പ്രസ്താവിക്കപ്പെട്ടതാണ് ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്നത്? രണ്ടാമത്തെ ഭാഗം എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 4:12 എടുത്തവർക്ക് വായിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാഴ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ആമേൻ. നോക്കിക്കേ, രണ്ടാമത്തെ ഭാഗം ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം, ഈ വചനം നിത്യം ജീവിക്കുന്ന വചനമാണ്. ദിസ് ഈസ് എ ലിവിങ് വേർഡ് ഓഫ് ഗോഡ്. ഒന്ന് പറഞ്ഞേ, ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞേ, ദിസ് ഈസ് എ ലിവിങ് വേർഡ് ഓഫ് ഗാഡ്. ഇത് നിത്യജീവന്റെ മൊഴികളുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ഇത് ഇന്നും ജീവിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനം ഉരുവിടുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് കയറി ചെല്ലുവാൻ മേലാത്ത മേഖലയിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തി കയറും. ഇന്നലെ എങ്ങനെയാണോ ആ വചനം പ്രവർത്തിച്ചത്, ആ വചനം ഇന്നും അങ്ങനെ തന്നെയാണ്. നാളെയും ഈ വചനം അങ്ങനെ തന്നെയായിരിക്കും. ഹല്ലേലൂയ. ഇന്നലകളിൽ എങ്ങനെയാണോ ഈ വചനം പ്രവർത്തിച്ചത്, ഒന്നുകൂടെ ഞാൻ പറയാം, നാളെയും ഇന്നും ആ വചനം അങ്ങനെ തന്നെയാ. നാളെയും ആ വചനം അങ്ങനെ തന്നെയായിരിക്കും. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല കേട്ടോ. ഒത്തിരി രാജാക്കന്മാർ എഴുന്നേറ്റു, ഒത്തിരി അധിപതികൾ എഴുന്നേറ്റു ഈ വചനത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ. എന്നാൽ ഇന്ന് പകലിലും ഈ വചനത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ഇത് നിത്യജീവന മൊഴികളടങ്ങിയ വചനമാണ്. Glory to God. പറയേണ്ടുന്നത് പോലെ വചനം പറഞ്ഞാൽ, മര്യാദയ്ക്ക് ജീവിച്ച് വചന വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിച്ച് ഈ വചനം പറഞ്ഞാൽ, വചനം നിങ്ങൾ ഉരുവിട്ടാൽ, ഞാൻ പറയാം, ഈ വചനത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും. ഇന്ന് പകലിൽ ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് കഴിയും? കഴിഞ്ഞ നാളുകളിൽ ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ച എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകലിൽ മടിക്കരുത് കേട്ടോ. വചനം പറയാൻ മടിക്കരുത്. നിങ്ങളുടെ അവസ്ഥകളെ നോക്കി വചനം വിളിച്ചു പറയണം. വചനം വിളിച്ചു പറയണം. അസാധ്യ മേഖലകൾ നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ വചനം വിളിച്ചു പറയാൻ തുടങ്ങണം. വചനം വിളിച്ചു പറയാൻ തുടങ്ങണം. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടുക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇന്ന് പകലിൽ വചനം വിളിച്ചു പറ. വചനത്തിന് ശക്തിയുണ്ട്. എന്തുകൊണ്ടാണ് വചനം എന്നും നിലനിൽക്കുന്നത്? രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞു, ഈ ദൈവത്തിൻ്റെ വചനം നിത്യം ജീവിക്കുന്ന വചനമാണ്. 3, എന്തുകൊണ്ടാണ് ഈ വചനം എന്നേക്കും നിലനിൽക്കുന്നത്? മൂന്നാമത്തെ ഭാഗം,
ഇത് മാറ്റമില്ലാത്ത വചനമാണ്. വായികളെ തുറന്ന് പറയാൻ പറ്റുമോ? മാറ്റമില്ലാത്ത വചനം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന് 18-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആമേൻ, ഹല്ലേലൂയ. നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. 3 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1, നിത്യനായ ദൈവത്താൽ പ്രസ്താവിക്കപ്പെട്ട ദൈവവചനം. 2, നിത്യമായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം. 3, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. There is no change for the word of God. Hallelujah. എന്താണ് വള്ളിയും പുള്ളിയും എന്നൊക്കെ പറഞ്ഞാൽ? അക്ഷരമാലയിലെ ഏറ്റവും ചെറുതാണ് അല്ലേ ഈ വള്ളിയും പുള്ളിയും. ആരും വലിയ ഗൗനിക്കാത്ത ഒരു സംഗതിയാണ് ഈ വള്ളിയും പുള്ളിയും എന്ന് പറയുന്നത്. എന്നാൽ അവിടെയും പറയുകയാണ്, ദൈവവചനത്തിൻ്റെ ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഉതിർന്നു പോകുകയില്ല. അത്രമാത്രം പവർഫുള്ളാണ് ഈ ദൈവത്തിൻ്റെ വചനം. കുഞ്ഞേ, ദൈവത്തിൻ്റെ വചനം വായിക്കാൻ ഇന്ന് പകലൊരു കൊതി ഉണ്ടാകണം. ദൈവത്തിൻ്റെ വചനം കയ്യിൽ എന്താണ് ഒരു കൊതി ഉണ്ടാകണം. ഹല്ലേലൂയ. ഈ ദൈവവചനം ഉയർത്തിയവരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ആശാര്യോപദേശിയെ നമ്മളെല്ലാം അറിയുന്ന വ്യക്തിയാണ് ആശാര്യോപദേശി. ഒരു പ്രാവശ്യം അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ്. അമേരിക്കയിൽ ചെന്നു, സായിപ്പുമാരെ എല്ലാം കണ്ടു. സ്തോത്രം. തൻ്റെ വചനം തലയിൽ വെച്ചുകൊണ്ട് പോകാം. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ നോക്കുക. ആശാര്യോപദേശിയാണ്, എല്ലാവരും നോക്കുകയാണ്. ഇതെന്താ ഈ സംഗതി? ഇങ്ങനെ ഇറങ്ങി വന്നപ്പം തന്നെ സ്വീകരിക്കാൻ ആ മീറ്റിങ്ങിൻ്റെ സംഘാടകർ വെളിയിൽ വന്ന് നിൽക്കുക. അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ ഇതെന്താ കാണിക്കുന്നത്? എന്തോ നാണക്കേടാ പാസ്റ്ററെ, എല്ലാവരും നോക്കുന്ന കണ്ടില്ലേ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? പാസ്റ്റർ പറഞ്ഞു, ഒരക്ഷരം മിണ്ടരുത്. ഈ വചനം ഞാൻ ഉയർത്തിയത് കൊണ്ടാണ് കോഴിക്കോട് പണിതുകൊണ്ടിരുന്ന എന്നെ ഇന്ന് അമേരിക്കയിൽ എത്തിച്ചത്. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല കുഞ്ഞെ, ദൈവവചനം നീ ഉയർത്തിയാൽ ഈ വചനം നിന്നെ ഉയർത്തും. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം, ദൈവവചനം നീ ഉയർത്തിയാൽ ഈ ദൈവവചനം നിന്നെ ഉയർത്തും. ഇന്ന് പകലിൽ വിശ്വസിച്ചോണം കേട്ടോ. നിന്റെ അസാധ്യ മേഖലകളില്ലേ, ഇന്ന് പകലിൽ ആ മേഖലകളെ നോക്കി വിളിച്ചു പറയണം വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനം. കാരണം ദൈവത്തിൻ്റെ വചനം നിത്യം ജീവിക്കുന്ന വചനമാണ്. ഇന്ന് പകലിൽ അതിന് തുളച്ചു കയറാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. ഇന്ന് പകലിൽ സകലത്തെയും തുളച്ചു കയറാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറ. നോക്കിക്കേ, സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായം അതിൻ്റെ 89-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ആദിയിൽ വചനം ഉണ്ടായി എന്നാണോ വായിക്കുന്നത്? ഉണ്ടായി വന്നു എന്നാണോ? അല്ല, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ആരും ഉണ്ടാക്കിയതല്ല. ഈ വചനം ഒരിക്കലും ഉണ്ടായി വന്നതുമല്ല. വചനം വ്യക്തമാണ്. ആദിയിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്: സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഇന്ന് പകൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നീ വിളിച്ചു പറഞ്ഞാൽ ഏത് പൈശാചിക മേഖലയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയും, ഏത് രോഗശക്തിക്ക് അവിടെ നിൽക്കാൻ കഴിയും, എവിടെ അസാധ്യ മേഖലയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയും. കമോൺ, ഇന്ന് പകലിൽ വിശ്വസിച്ച് വിളിക്കുക. ദൈവത്തിന്റെ വചനം കൊണ്ട് ഇന്ന് പകലിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് പകലിൽ ഇവിടെ ചലിക്കട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ്
യെശയ്യാ പ്രവചന പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ യഹോവയായ ദൈവം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം. നിങ്ങളുടെ ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ ആ ബൈബിളിലൊക്കെ നിങ്ങളത് അണ്ടർലൈൻ ചെയ്യണേ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് മനുഷ്യൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതല്ല, ഏതെങ്കിലും ഒരു പാസ്റ്ററിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതല്ല, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതല്ല. ദൈവത്തിൻ്റെ വചനം പുറപ്പെടുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ വായിൽ നിന്നാണ്. വിശ്വസിക്കണം ഈ വചനത്തെ കയറി, ആശ്രയിക്കണം ഈ വചനത്തെ കയറി. ഒരു പ്രവാചകൻ ഒരു ദൂത് പറയാൻ ഇരിക്കരുത്, വചനം തുറന്നിട്ട് വിളിച്ചു പറഞ്ഞോണം വചനത്തെ. കാരണം ഈ വചനം പുറപ്പെട്ടത് ദൈവത്തിന്റെ വായിൽ നിന്നാണ്. Somebody shout hallelujah. ഹുറാബ ശഖാന ഹതോന റൽമോനിയ. അടുത്ത ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഈ പുറപ്പെടുന്ന ദൈവവചനത്തിന്റെ പ്രത്യേകത ഒന്ന് വായിച്ച മോനെ. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും. നോക്കിക്കേ, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. അടുത്ത ഭാഗം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഭാഗമാണ്. എനിക്കിഷ്ടമുള്ളതൊക്കെയും നിവർത്തിക്കും. ഇതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ദൈവവചനം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ അവൻ ഇഷ്ടമുള്ളതൊക്കെയും നിവർത്തിക്കും. അവിടെ ഒരു ആഭിചാരകനും സ്ഥാനമില്ല കേട്ടോ, അവിടെ ഒരു ദേശത്തിന്റെ അധിപതിക്കും സ്ഥാനമില്ല കേട്ടോ, അവിടെ ഒരു നിയമത്തിനും സാധ്യതയില്ല കേട്ടോ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ അവൻ ഇഷ്ടമുള്ളതൊക്കെയും ആ വചനം ചെയ്യുക. അല്പനിമിഷം അതരങ്ങൾ തുറന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ തലമുറകളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ ദൈവവചനത്തിന്റെ ശക്തി കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവവചനത്തിന്റെ ശക്തി ചില ശരീരാത്മദേഹികളുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഇന്ന് പകൽ തനിക്കിഷ്ടമുള്ളതൊക്കെയും ഇന്ന് പകൽ ചെയ്യുമെങ്കിൽ ഇന്ന് പകൽ അത് സംഭവിക്കട്ടെ. കരമടിക്കേണ്ടവർക്ക് കരമടിക്കാം, വായ്കളെ തുറക്കേണ്ടവർക്ക് വായ്കളെ തുറക്കാം. ഇന്ന് പകലിൽ ഈ വചനം വെളിപ്പെടട്ടെ. ഇവിടെ വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ ഈ വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ആഴം ഇന്ന് പകലിൽ വെളിപ്പെടട്ടെ. ചെയ്യട്ടെ. ചില കുടുംബങ്ങളുടെ മേൽ ഈ വചനം കയറുകയാണ്. ചില രോഗബന്ധനത്തിന്റെ മേൽ ഈ വചനം ഇടപെടുകയാണ്. ഇന്ന് പകൽ രോഗശക്തികൾ ആഴിയട്ടെ ഈ വചനത്തിന് മുൻപിൽ. ഉരബാല ശബ്ദനാദ ദീപമാന റീപമാന ചൂടമാന റീപമാന അർത്ഥവേദ വൈഡമാന ചൂടമാന റീപമാന ശബ്ദമാന വേദജാന. ജീസസ്. Hallelujah, 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 hallelujah. നോക്കുക, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം അത് വെറുതെ മടങ്ങത്തില്ല. വിശ്വസിക്കണേ. ഈ വചനത്തിൽ നിങ്ങൾ ആമേൻ പറഞ്ഞാൽ നീ ഒരു മണ്ടനാകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ വന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ചുമ്മാ അങ്ങ് ഇരിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല. എന്നാൽ ഇവിടെ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് നീ ആമേൻ പറഞ്ഞാൽ ആ വചനം നിന്നിൽ ക്രിയ ചെയ്തിരിക്കും. നിന്റെ ഭവനത്തിൽ ക്രിയ ചെയ്തിരിക്കും, നിന്റെ കുടുംബ ജീവിതത്തിൽ ക്രിയ ചെയ്തിരിക്കും, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിയ ചെയ്തിരിക്കും. ഇന്ന് പകലിൽ ആമേൻ പറയാൻ മനസ്സുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. തനിക്കിഷ്ടമുള്ളതൊക്കെയും ഈ വചനം ചെയ്യുന്നു. ആമേൻ. ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് നമ്മൾ തിരുമേശയിലേക്ക് പ്രവേശിക്കും. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, നിത്യനായ ദൈവത്താൽ പ്രസ്താവിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. രണ്ട്, നിത്യമായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം. മൂന്ന്, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. നാല്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ വചനം.
ഇതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ, പ്രിയരെ, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവും ഒരുപോലെ നിൽക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു പക്ഷിയുടെ 2 ചിറക് പോലെയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ വചനം, ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ ആത്മാവ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നിന്നാലേ അവിടെ വിടുതലുകൾ വെളിപ്പെടത്തുള്ളൂ. ചിലർക്ക് വചനം മാത്രം മതി. ചിലർക്കാണെങ്കിൽ വചനം വേണ്ട, അവർക്ക് ആത്മാവ് മാത്രം മതി. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. ആത്മാവ് മാത്രമുള്ളവരെ പറയും, അവരെ കണ്ടാൽ മറ്റേ ആൾ പറയും, ഓ ഇത് ഭയങ്കര കൈവടിയും ബഹളവുമാണ്. എന്നാൽ വചനം മാത്രമുള്ളവരെ കണ്ടാൽ, ആത്മാവുള്ള ആൾക്കാർ അവർ പറയും, ഇത് ഭയങ്കര തിയോളജിയാണ്. അപ്പം ഇത് രണ്ടും ഒരുമിച്ച് വന്നാലേ അവിടെ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാനത് വിവരിക്കാം. യെശയ്യാ പ്രവചന പുസ്തകത്തിലേക്ക് തന്നെ നമുക്ക് വരാം. 59-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. നോക്കിക്കേ, 2 ഭാഗം. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, വചനമായി നിന്നാൽ, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കാണ്. പൗലോസ് ഇങ്ങനെയല്ല പറയുന്നത്, ഞങ്ങളുടെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്ക് കൊണ്ടല്ല, മറിച്ച് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ. അതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രസംഗമായി നിന്നാൽ അതിനകത്ത് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കാണ്. അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. എന്നാൽ ആ വചനത്തിനകത്തേക്ക് ആത്മാവും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്താൽ അവിടെ നടക്കുന്നത് വലിയ മാറ്റങ്ങളായിരിക്കും, വലിയ ചലനങ്ങളായിരിക്കും. ഇന്ന് പകലിൽ സ്തോത്രം, വചനം പറയുമ്പോൾ ഒരു കാര്യം ദൈവമൊക്കെ ചിന്തിച്ചോണം, ദൈവത്തിൻ്റെ ആത്മാവിനെയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടേ ദൈവവചനം പറയാവൂ. കാരണം അതിനകത്താണ് വിടുതൽ. നമുക്ക് പഠിച്ചുകൊണ്ട് വന്ന് 2 മണിക്കൂർ എസ് ഇവിടെ വിളമ്പാം, 2 മണിക്കൂർ നമുക്ക് തീസിസ് ഇവിടെ വിളമ്പാം. അതുകൊണ്ട് ദൈവ മക്കൾക്ക് ഒരു മാറ്റമുണ്ടാകത്തില്ല. എന്നാൽ ഒരുവന്റെ ജീവിതത്തെ ആ ദൈവവചനം സ്പർശിക്കണമെങ്കിൽ അതിനകത്ത് ആത്മാവുടെ ഇൻകോപ്പറേറ്റ് ചെയ്യണം. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ നിങ്ങൾ കാണണേ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി. ആ വചനം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകാം. പെട്ടെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്കൊന്ന് വന്നേ. അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. അതുകൂടെ വായിക്കുമ്പോൾ നമുക്ക് നല്ലവണ്ണം ക്ലിയർ ആകും. കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ എന്താണ്? അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അടുത്ത വാക്യം, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പ്രസംഗിപ്പാനും മതിയാവാമേ. താങ്ക് യു. നോക്കിക്കേ, കർത്താവിൻ്റെ ദൗത്യം എന്തായിരുന്നു? കർത്താവിൻ്റെ ദൗത്യം സുവിശേഷം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക. എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. അവിടെ നിർത്തിയില്ല കേട്ടോ, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും ഒരുപോലെ പോകണം. ദൈവത്തിൻ്റെ വചനം ഒരുവനെ സ്പർശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരും. ദൈവത്തിൻ്റെ വചനം ഒരുവനെ തൊടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിടുവിക്കാൻ തുടങ്ങും. ഇന്ന് പകലിൽ ഇത് രണ്ടും കൂടെ സംയോജിക്കുന്ന സമയമുണ്ടെങ്കിൽ അവിടെ വെളിപ്പെടുന്നതാണ് അത്ഭുതം എന്ന് പറയുന്നത്. അവിടെ വെളിപ്പെടുന്നതാണ് അത്ഭുതം. ഹല്ലേലൂയ. എനിക്ക് 1 മണിക്കൂർ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാം. എന്നാൽ അതിനകത്ത് നിങ്ങൾക്ക് വിടുതലുണ്ടാകണമെന്നില്ല. എന്നാൽ എപ്പോഴാണോ വിടുതലുണ്ടാകുന്നത്? അതിനകത്ത് ആത്മാവ് ഇറങ്ങുമ്പോൾ,
അതിനകത്ത് ആത്മാവ് ഇറങ്ങുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാരെ വിട്ടയക്കുന്ന അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി എവിടെ വെളിപ്പെടും? ദൈവത്തിന്റെ വചനത്തിനകത്ത് ആത്മാവും കൂടെ ചേർന്ന് വരുമ്പോൾ അവിടെ വിടുതൽ വെളിപ്പെടും, അവിടെ വിടുതൽ വെളിപ്പെടും. ഇന്ന് പകലിൽ അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രസംഗം ഇന്ന് പകലിൽ മറന്നു പോകരുത് കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിന് അസാധാരണമായ ശക്തിയുണ്ട്. വചനം എന്ന് പറയുന്നത് ഒരു വിത്താണ്, ഒരു സീഡാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ സീഡ് നമ്മൾ വിതയ്ക്കുകയാണ്. ആ സീഡ് അങ്ങനെ കടന്നാൽ അത് സ്തോത്രം തളിർ വിടത്തില്ല കേട്ടോ. അതിനകത്ത് മാരി പെയ്തിറങ്ങണം, അതിനകത്ത് മഴ പെയ്തിറങ്ങണം. മഴ പെയ്തിറങ്ങുമ്പോഴാണ് വിത്തിനകത്ത് നിന്ന് തളിർപ്പുകൾ കിളിക്കുന്നത്. ഇന്ന് പകലിൽ വചനം വിത്താണെങ്കിൽ അതിന്മേൽ പെയ്യുന്ന മാരിയാണ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് അവിടെ തളിർപ്പുകൾ കിളിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഫീൽഡിൽ ജോലി ചെയ്തവർക്കറിയാം. സ്തോത്രം. അവർ വിത്ത് വിതയ്ക്കും. എന്നാൽ ചിലപ്പോൾ ആ വിത്ത് ചെന്ന് വീഴുന്നത് ചില കട്ടകളുടെ ഇടയിലായിരിക്കും. സ്തോത്രം. ആ കട്ടയുടെ ഇടയിൽ കിടന്നാൽ ആ വിത്ത് കിളിർക്കത്തില്ല. വചനം ഇങ്ങനെയാ പറയുന്നത്, അതിൻ്റെ ഇടയിൽ കിടന്ന് അത് കെട്ടുപോകും. അതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. എന്നാൽ ആ കട്ടയുടെ മേൽ ആത്മമാരി പെയ്തിറങ്ങിയാൽ ആ കട്ടയുടയും. ഇന്ന് പകലിൽ വിശ്വസിച്ചോണം, കെട്ടുപോയ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയാൽ ചില കട്ടകൾ ഇന്ന് പകലിൽ ഉടയുന്ന പകലാ. വിശ്വസിച്ച് ദൂത് റിസീവ് ചെയ്യ ചില കെട്ടുകൾ ഇന്ന് പകലിൽ പോട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില കെട്ടുകൾ പോട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. റീബന ശതല റഖാനിയാതര. ചില പുതിയ നാമ്പുകൾ, ചില പുതിയ കിളിർപ്പുകൾ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ കിളിർത്തു വരട്ടെ. ഓ റബലബ ശബ്ദല. ഈ ദൂത് ഇന്ന് പകലിൽ ആത്മാവിൽ റിസീവ് ചെയ്യ. വിത്ത് കട്ടകളുടെ ഇടയിലാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് പെയ്തിറങ്ങിയാൽ ഇന്ന് പകലിൽ ചില കിളിർപ്പുകൾ. ഓ റബ ശതലാദിയ. ഹല്ലേലൂയ. വിശ്വസിക്കണം. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്, അവിടെയാണ് അടയാളങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്ന പാസ്റ്റർ ഒരു മജീഷ്യനൊന്നുമല്ല. എന്നാൽ നിങ്ങൾ ഏന്തുന്ന ഈ വചനം, ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം ആ സ്റ്റേറ്റ്മെന്റ്. ദൈവത്തിന് എത്ര പവറുണ്ടോ അത്രമാത്രം പവർ നീ ചുമക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. ദൈവത്തിന് എത്രമാത്രം ശക്തിയുണ്ടോ അത്രമാത്രം ശക്തി നീ ഉരുവിടുന്ന ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. തീർന്നില്ല കേട്ടോ. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും ഒരുമിച്ച് ചലിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും ഒരുമിച്ച് ചലിക്കുമ്പോൾ അവിടെ ചില പുതിയ നാമ്പുകൾ തളിർവിടും. റമന ശമന ഹൽമന റഖാനിയ റമശതരയ. വിശ്വസിക്കണം. കണ്ണുകളെല്ലാം അടച്ചേ. ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ വചനത്തിനോട് കാണിക്കുന്ന ഒരു കുറവാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യൻ്റെ ആയുസ് അത് ക്ഷണികമാണ്, എന്നാൽ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നത്? ഒന്ന്, നിത്യനായി ദൈവത്താൽ പ്രസ്താവിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. രണ്ട്, നിത്യമായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം. മൂന്ന്, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. നാല്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ വചനം. ഈ വചനം എന്നേക്കും നിലനിൽക്കുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും ചേർന്ന് വരുമ്പോൾ അവിടെ ചില കിളിർപ്പുകൾ ഉരുവായി വരും. ഇന്ന് പകലിൽ ഈ വചനം നിങ്ങളുടെ ഹൃദയ പലകയിൽ എഴുതി വെച്ചോണം. ഏതെങ്കിലും വിഷയങ്ങളിൽ
നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നെങ്കിൽ, ഏതെങ്കിലും മേഖലകൾ കെട്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, ഇന്ന് പകലിൽ വിശ്വസിച്ചോണം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മാരി ഇന്ന് പകലിൽ അതിന്മേൽ പെയ്തിറങ്ങട്ടെ, 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 പെയ്തിറങ്ങട്ടെ. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കും. ഈ വചനത്തെ നിഷേധിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അതുകൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യെശയ്യാ പ്രവചന പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ഈ വചനത്തെ നിരസിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് തീനാവ് താളടിയെ തിന്നുകളയുകയും വൈക്കോൽ ജ്വാലയാൽ ദഹിച്ചു പോകുകയും ചെയ്യുന്നത് പോലെ അവരുടെ വേര് കെട്ടുപോകും, അവരുടെ പുഷ്പം പൊടി പോലെ പറന്നുപോകും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു, ഇസ്രായേൽ പരിശുദ്ധൻ്റെ വചനത്തെ കൂടപ്പുറപ്പേ. എൻ്റെ പ്രിയരേ, ദൈവത്തിൻ്റെ വചനത്തെ നിഷേധിച്ചാൽ സംഭവിക്കുന്നത് 25-ാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. അത് നിമിത്തം യഹോവയുടെ കോപം തൻ്റെ ജനത്തിൻ്റെ നേരെ, നിന്നോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ വചനത്തെ നീ നിരസിക്കുമ്പോൾ, ഇതിനെ വെറുതെ നീ കൈകാര്യം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യഹോവയുടെ കോപം നിന്റെ നേരെ ജ്വലിക്കും. വചനത്തെ ചെറുതായി കാണരുത്, വചനത്തെ നിന്ദിക്കരുത്, വചനത്തോട് മറുതലിക്കരുത്. അത് അപകടമാണ്, അത് അപകടമാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. ദൈവം തന്ന ഒരു മെസ്സേജ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറി. ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ദൈവസന്നിധിയിൽ കഴിവുള്ള ദൈവമക്കൾക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ.